കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മോശം സീസണാണ് ഈ സീസൺ. പ്രതീക്ഷകളില്ലാതെ തുടങ്ങിയ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയം പോലുമില്ല എന്നതാണ് സത്യം. ഈ ടീമിൽ നിന്നും തീർത്തും നിരാശ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടേയിരുന്നത്. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇന്നലെ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂരും നേർക്കുന്ന ഏറ്റുമുട്ടിയ മത്സരമാണ്. ബാംഗ്ലൂരും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ശത്രുത നമുക്കറിയുന്നതാണ്. ബാംഗ്ലൂരിന്റെ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു ഇന്നലത്തെ മത്സരം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും ബാംഗ്ലൂർ FC ആരാധകരെയും ആവേശപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ മത്സരത്തിന്റെ കിക്ക് ഓഫ് ഇടുന്നു. മത്സരത്തിന്റെ 8ാം മിനിറ്റിൽ തന്നെ എബിൻ ദാസിലേക്ക് ബോൾ ലഭിക്കുന്നു. പോസ്റ്റിന് വെളിയിൽ നിന്നും എബിൻ ദാസിന്റെ മികച്ചൊരു ലോങ് റേഞ്ച് ഷോട്ട് കാണാം. പക്ഷെ അത് ലക്ഷ്യം കാണുന്നില്ല, പോസ്റ്റിന്റെ പുറത്തേക്ക് പോകുന്നു. ഇവിടെ ബാംഗ്ലൂർ താരമായ വില്യംസിൽ നിന്നും ഒരു ക്രോസ് വരുന്നു. അത് സുനിൽ ഛേത്രി ഒരു ഹെഡ് ചെയ്യുന്നു. പക്ഷെ അത് ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ സുനിൽ ഛേത്രിക്ക് കഴിയുന്നില്ല, അത് പോസ്റ്റിന്റെ വെളിയിലേക്ക് പോവുകയാണ്. ഇവിടെ ബാംഗ്ലൂർ താരത്തിൽ നിന്നും ഒരു ഷോട്ട് കാണാം. പക്ഷെ അത് കേരള ഗോൾ കീപ്പർ മികച്ച രീതിയിൽ തന്നെ സേവ് ചെയ്ത് ഒഴിവാക്കുന്നു. ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റിൽ വീണ്ടും വില്യംസ് ബോളുമായി വരുന്നു. എന്നിട്ട് ഒരു ക്രോസ് നൽകുന്നു. അത് കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻഡറിന്റെ കാലിൽ തട്ടിക്കൊണ്ട് ലക്ഷ്യത്തേക്ക് എത്തുന്നു. അതെ, ബാംഗ്ലൂർ ആരാധകരെ ഒന്നടക്കം ആവേശപ്പെടുത്തിക്കൊണ്ട് മത്സരത്തിന്റെ 27ാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ബാംഗ്ലൂർ ലീഡ് ഉയർത്തിയിരിക്കുന്നു. ഇപ്പോൾ സ്കോർ ബോർഡിൽ കേരള ബ്ലാസ്റ്റേഴ്സിനിൽ ബാംഗ്ലൂർ FC 1. അങ്ങനെ മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മത്സരത്തിൽ ബാംഗ്ലൂർ FC ഒരു ഗോളിന്റെ ലീഡിൽ മുന്നോട്ട് നിൽക്കുക തന്നെയാണ്. രണ്ടാം പകുതി ആരംഭിച്ചതും ഇരു ടീമുകളും ശക്തിയായി തന്നെയാണ് കളിച്ചുകൊണ്ടേയിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിലേക്ക് തിരികെ വരാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ മത്സരത്തിൽ ആഷിഖ് കുർണിയന്റെ ഒരു ഷോട്ട് നമുക്ക് കാണാം. പക്ഷേ അതും കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ മികച്ച രീതിയിൽ തന്നെ സേവ് ചെയ്ത് ഒഴിവാക്കുന്നു. മത്സരത്തെ ആവശ്യപ്പെടുന്ന ആ മുഹൂർത്തം വരുന്നത് ഇവിടെയാണ്. മത്സരത്തിന്റെ 60ാം മിനിറ്റിൽ എബിൻ ദാസിൽ നിന്നും ഒരു പന്ത് വരുന്നു. അത് വിക്ടർ എടുത്തുകൊണ്ട് മികച്ച രീതിയിൽ തന്നെ ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. ഒരു ഗോളിന് പിന്നിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ നേടിക്കൊണ്ട് മത്സരത്തെ സമനിലയിലേക്ക് എത്തിക്കുന്നു. മത്സരത്തെ അതിന്റെ ആവേശ നിമിഷങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. വിക്ടർ ബാർട്ടോമിയുടെ മികച്ചൊരു ഫിനിഷിംഗ് ആണ് നമ്മൾ അവിടെ കണ്ടത്. മത്സരത്തിന്റെ 21ാം മിനിറ്റിൽ ഫ്രഞ്ചു കളത്തിലേക്ക് ഇറങ്ങുന്നു, മുൻ റിയൽ മാഡ്രിഡ് താരം. ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി ഒരു കോർണർ ലഭിക്കുകയാണ്. അത് പോസ്റ്റിന് വെളിയിൽ കാത്തിരുന്ന ഫ്രഞ്ചുവിലേക്ക് എത്തുന്നു. അയാളുടെ കാലിൽ നിന്നും മികച്ചൊരു ഷോട്ട് തന്നെ നമുക്ക് കാണാം. പക്ഷേ അതും ലക്ഷ്യം കാണുന്നില്ല. ഇവിടെ അതേ ഫ്രഞ്ചുവിൽ നിന്നും മികച്ചൊരു മുന്നേറ്റം കാണാം. ബാംഗ്ലൂർ ഡിഫൻഡർമാരെ തകർത്തടിച്ചുകൊണ്ട് അയാളുടെ മികച്ചൊരു ഷോട്ട്, അത് കുപ്രീത് സിംഗിന്റെ കാലിന്റെ ഇടയിലൂടെ ലക്ഷ്യം കാണുന്നു. അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഒന്നടക്കം രോമാഞ്ചം അടുപ്പിക്കുന്ന നിമിഷം. മത്സരത്തിൽ ഒരു ഗോളിന് പിന്നിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് 2 ഗോളുകൾ നേടിക്കൊണ്ട് മത്സരത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നു. ആവേശകരമായ മത്സരം അവസാനിക്കുമ്പോൾ 2-1 എന്ന സ്കോറിൽ മത്സരത്തിൽ വിജയിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്.